സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇവിടെ നിന്നാണ് ഇപ്പൊ ലിവയുടെ ശരിക്കും എനിക്ക് ഒന്ന് തുടക്കം. ലിവ മുറി ഇരിക്കുന്നുണ്ടോ? അതെ, ഈ ഒരു ഇതാണ് അതിൽ തുടക്കത്തിലുള്ള ബിഗ് റൗണ്ട് അബൌട്ട്. അവിടെയാണ് നമ്മളുടെ ഡ്യൂണിംഗ് എക്സ്പ്ലോഷൻ ആരംഭിക്കുന്നത്. എല്ലാരും ഉണ്ട് കംപ്ലീറ്റ്. അതാണ് മദീന. മദീന എന്ന ബോർഡ് ഉണ്ടോ അവിടെ? മദീനത്ത് ലിവ മദീനത്ത്. എല്ലാരും ഉണ്ട്. അങ്ങനെ അബുദാബിയിൽ നിന്ന് നമ്മളൊരു 2-2.5 മണിക്കൂർ എടുത്തു കേട്ടോ ഈ മദീന എന്ന് പറഞ്ഞ സ്ഥലത്തെത്താൻ. ടോട്ടൽ ലിവയിലെത്താൻ വേണ്ടിയിട്ട് ഒരു 3 hours എടുക്കും. ഇൻ കേസ് നമ്മൾ ഇടയ്ക്ക് വല്ലതും നിർത്താൻ റിഫ്രഷ്മെൻറ്റിന് നിർത്തുവാണെങ്കിൽ ഒരു 3:30 ഒക്കെ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പം അങ്ങനെ മദീനയിൽ എത്തിയപ്പോഴാണ് 80 വന്നത് കേട്ടോ സ്പീഡ് ലിമിറ്റ്. മറ്റേത് 160 നമ്മൾ പറന്ന് വരുമായിരുന്നു കേട്ടോ. ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഒരു യൂറോപ്യൻ ടൈപ്പ് സ്ഥലമായിട്ട് തോന്നി കേട്ടോ. ഇതുവരെ ഭയങ്കര അപ്പുറത്തപ്പുറത്തും ഒന്നുമില്ലായിരുന്നു. വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഡ്രൈവായിരുന്നു. അപ്പം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാം കേട്ടോ. നമ്മൾ സംസാരിച്ചിരുന്നതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. എന്ത് രസമല്ലേ കാണാൻ റോഡ്. അടിപൊളി സാധനം അല്ലേ? കിടുക്കാ ചെയ്യില്ല. ഇങ്ങനെ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. എന്താ സ്ഥലം അല്ലേ? മരുഭൂമി. ബോത്ത് സൈഡ്സ് മരുഭൂമി. മദീനയിൽ നിന്ന് നമ്മൾ 1/2 hour ഡ്രൈവ് കഴിഞ്ഞ് എത്തിയത് ലിവയിലോട്ട് എത്തുന്ന വഴിയാണ് കേട്ടോ ഇത്. നമ്മുടെ ഡെസേർട്ട് തുടങ്ങി. എന്ത് ഭംഗിയാണെന്നറിയോ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡിലും ഡെസേർട്ട്, നടുക്കൂടെ ഒരു റോഡ് മാത്രം. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഒരു സൺസെറ്റിന് ഒരു 1/2 hour മുമ്പായിട്ട് അവിടെ എത്തണം, എന്നാലേ ഈ ഒരു സീനിക് വ്യൂ കിട്ടുള്ളൂ കേട്ടോ. ഡ്യൂൺസിലൊക്കെ സൺലൈറ്റ് അടിച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ക്യാമറ കാണുന്നതിനെക്കാട്ടി കണ്ണിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഓടി ഓടി നമ്മളിപ്പോൾ ലിവയിൽ എത്തി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലിവ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ 2 സൈഡിലും ടെൻ്റ് അടിച്ചേക്കുന്ന കാണാം കേട്ടോ. അത് ഈ കാണുന്നതെല്ലാം അവിടുത്തെ പ്രൈവറ്റ് ടെൻറ്റ്സാണ് കേട്ടോ. നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. ഒരു നൈറ്റിന് വേണ്ടിയിട്ട് 150 dirhams ആവുന്നത് കേട്ടോ. ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ 8% അവർ പറയുന്നത്. ആക്ച്വലി ഒരു കപ്പിൾസ് മാത്രമാണെങ്കിൽ ഒരു 4 to 5 കപ്പിൾസ് വരെ അതിൽ നിൽക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് വലിയ ടെൻ്റാണേ. അതേപോലെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4 couples 3 couples എടുക്കും. എന്നാലും കുഴപ്പമില്ല, ഒരാൾക്ക് 50 dirhams വെച്ച് ഷെയർ ചെയ്യാമല്ലോ. ഈ ടെൻസൊക്കെ ഉള്ളത് ഒരു പ്രൈവറ്റ് ഏരിയയിലാണ് കേട്ടോ. അവർക്ക് തന്നെ സെപ്പറേറ്റ് വുമൻസ് മെയിൽ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റാണ്. അവിടെ തന്നെ ഹോട്ട് വാട്ടറിൽ നമുക്ക് കുളിക്കേണ്ട സൗകര്യമുണ്ട് കേട്ടോ. ഷവർ റൂമൊക്കെ ഉണ്ട്. നല്ല കിടിലം സെറ്റപ്പായിരുന്നു. നല്ല ക്ലീനാണ്. എപ്പോഴും സ്റ്റാഫ് നിന്നിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ടെൻറ്റ് കേട്ടോ. വലിയ ടെൻറ്റാണ്. നമ്മൾ വിചാരിച്ചു തണുത്ത് വിറച്ചൊരു പരുവാകുന്നു കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കട്ടിയുള്ള കാർപ്പറ്റിൽ നല്ല കവേർഡായിട്ടുള്ള ടെൻറ്റായിരുന്നു. ഒരു ആൾക്ക് ചാർജ് ചെയ്യാനുള്ള പ്ലഗ് പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ലാമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് സൺസെറ്റ് കാണാമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോയത് അവിടുത്തെ കാർ ഷോറൂമിലോട്ടാണ് കേട്ടോ. അതിൽ ആദ്യമായിട്ട് പോയത് ജെറ്റൂറാണ് കേട്ടോ. നമ്മൾ അവിടെ മിക്ക തര കാറിൻ്റെയും ഇതുണ്ടായിരുന്നു കേട്ടോ, എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ കാറായിട്ടൊക്കെ പോയി കാണാമായിരുന്നു. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കാർ കേട്ടോ, G700 ജെറ്റൂർ. എൻ്റെ ഡ്രീം കാറാണ്. എപ്പോഴെങ്കിലൊക്കെ നടക്കുമായിരിക്കും, എന്നാലും ഒരു രക്ഷയില്ല. ഒരു കാറിൻ്റെ അടുത്ത് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഏക കാർ ഇതായിരിക്കും കേട്ടോ. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി സെറ്റപ്പാണ്. വിത്ത് ഇൻറ്റീരിയർ
ഫുൾ ലക്ഷറി അല്ലേ, എന്താല്ലേ കിട്ടില്ലായിരുന്നു എന്ന് വെച്ചാൽ കിടിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കാറ് എടുത്ത് നമ്മൾ നേരെ വിട്ടത് ഡൂണിങ് കാണാനാണ് കേട്ടോ. നമ്മളെ ടെൻറ്റിലിരുന്നാൽ തന്നെ ഇത് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ടെൻറ്റ്. ഇതാണ് അവിടെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സംഭവം കേട്ടോ. നമ്മൾ നേരത്തെ ഈ ദൂരേന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തോന്നും ചുമ്മാ ഭ്രാന്തന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മേലെ കയറും താഴെ ഇറങ്ങും, മേലെ കയറും താഴെ ഇറങ്ങും, ആ ഒരു പണിയുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ മോനെ അടുത്ത് ചെന്ന് നിൽക്കണം, എന്നാലേ അവരൊരു ഫീൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ പോണവർ പ്രത്യേകം ശ്രദ്ധിക്കുക, മാസ്ക് കൊണ്ടുപോകാൻ മറക്കരുത്, അല്ലെങ്കിൽ അവിടെ ഉള്ള എല്ലാ പൊടിയും നമ്മുടെ ദേഹത്തും മണ്ടയിലും ഇരിക്കും കേട്ടോ. ദേഹത്തിരിക്കുന്ന നമുക്ക് കുളിച്ച് കളയാമല്ലോ, അതല്ലേ ബാത്റൂം സൗകര്യമൊക്കെ അവിടെ ഉള്ളത്. താഴെ ആംബുലൻസ് റെഡിയാണ്, എപ്പോഴും താഴെ ഇത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഈ മേലെ പോണ വണ്ടിയെല്ലാം തിരിച്ച് വന്നിട്ട് ദേ ഈ കാണുന്ന റൗണ്ട് ബോട്ടിൽ കറങ്ങി യൂ ടേൺ എടുത്ത് വീണ്ടും നേരെ കയറുന്നത് ആ മണ്ടയിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ എത്രമാത്രം ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ നേരിട്ട് കണ്ടാൽ ഇത്രയും ഭീകരത നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഭീകരത എന്ന് പറഞ്ഞാൽ അപാര ഭീകരതയാണ് കേട്ടോ. ഇത് നല്ല ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ താഴെ നിന്ന് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ നമ്മൾ വണ്ടി എടുത്ത് നേരെ പോയത് ഹോട്ട് എയർ ബലൂൺ കാണാനാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും, ടിക്കറ്റ് എടുത്തിട്ട് ജസ്റ്റ് മേലെ പോകും, താഴെ വരാം കേട്ടോ. അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ പോയില്ല. ഹോട്ട് എയർ ബലൂൺ പറക്കണ്ടേ, എന്നാലല്ലേ ഉള്ളൊരു സുഖമുള്ളൂ. ഇവിടെ എല്ലാ SUV-യുടെയും കാർ ഷോറൂം ഉണ്ട്. BMW, ഫോർഡ്, കാറൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഡ്രോൺ ഷോയ്ക്ക് വന്നു കേട്ടോ. എല്ലാ ദിവസവും 8 മണിക്കാണ് ഡ്രോൺ ഷോയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫയർ വർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അവിടെ നിന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇത് കേട്ടോ. എല്ലാ സാറ്റർഡേ സൺഡേ ആണ് ഈ ലിവ ഫെസ്റ്റിവൽ ഉള്ളത് കേട്ടോ.
വീക്ക് ഡേയ്സിൽ കാണില്ല. അപ്പോൾ സാറ്റർഡേ സൺഡേ വേണം നിങ്ങൾ പ്ലാൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഒരു വിസ്മയം തന്നെയാണ് കേട്ടോ. ഒരു സൈഡിൽ ഡ്രോൺ ഷോ, ഒരു സൈഡിൽ ഫയർ വർക്ക്, ഒരു സൈഡിൽ ഈ ഡൂണിങ്, എല്ലാം ഒറ്റ സ്ട്രെച്ചിന് കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ലിബ വില്ലേജ് കാണാൻ വേണ്ടി പോയ കേട്ടോ. ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു അനിയനായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയത്. 25 dirhams പെർ ഹെഡ് വരുന്നത്. പക്ഷേ നിങ്ങൾ അത് കയറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ലൈറ്റ്സും പിള്ളേർക്കുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ 25 dirhams കൊടുത്ത് എൻട്രി ടിക്കറ്റ് മാത്രമാണ്, ബാക്കിയൊന്നും അവിടെ ഫ്രീ ഇല്ല. അപ്പോൾ ബാക്കി റൈഡ്സിലൊക്കെ കയറണമെങ്കിൽ സെപ്പറേറ്റ് dirhams നമ്മൾ പേ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് നമുക്കായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊന്നുമില്ല. മേ ബി നമ്മൾ ഗ്ലോബൽ വില്ലേജൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു 50 dirhams ഓക്കെ ആയിരുന്നു. പക്ഷേ 25 കുറച്ച് കൂടുതലായിട്ട് തോന്നി, ജസ്റ്റ് ഫോർ എൻട്രി ഫീസ്. അപ്പോൾ തീരെ നഷ്ടമായിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ. ഒട്ടും വേർത്തല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. അല്ലാതെ നിങ്ങൾക്കിതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊന്നുമില്ല. അതും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം അവിടെ പറയാനുള്ളത്, അവിടെ ഫുഡെന്ന് പറയുന്ന സംഭവം നമുക്ക് വാങ്ങാൻ കിട്ടില്ല. ഈ ട്രക്ക് ഫുഡ്സ് ഒരുപാടുണ്ട്, അല്ലാതെ നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് കാര്യങ്ങൾ ഒന്നുമില്ല. ബർഗർ, പിസ്സ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അത് പ്രതീക്ഷിച്ച് നിങ്ങൾ അവിടെ പോയാൽ മതി. ആക്ച്വലി ഗ്ലോബൽ വില്ലേജിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ചായയും അങ്ങനെ എല്ലാ ടൈപ്പും ഫുഡും അവൈലബിൾ ആണല്ലോ. അപ്പോൾ അവിടെ അതൊന്നും കിട്ടൂല. പിന്നെ ലുലു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി നമുക്ക് ബാർബിക്യൂ ചെയ്യേണ്ട ഐറ്റംസ് വാങ്ങാം. അത് നിങ്ങൾ ക്യാമ്പിങ്ങിന് പോകുന്ന സാധനങ്ങൾ തന്നെ എല്ലാം എടുത്തിട്ട് പോയാൽ മതി. ആസ് ക്യാമ്പിങ് ഇവിടെ നിങ്ങൾക്ക് ടെൻറ്റിന് പകരം അവിടുത്തെ ടെൻറ്റ് യൂസ് ചെയ്യാം. ആ ടെൻറ്റിൻ്റെ അടുത്ത് തന്നെ ബാർബിക്യൂ ചെയ്യേണ്ടതും കുക്ക് ചെയ്യേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഗ്രില്ലും ബാർബിക്യൂ ചെയ്യേണ്ട സാധനങ്ങളും ചെയറും എല്ലാം കൂടി എടുത്തിട്ട് നിങ്ങൾ അവിടെ പോവുക.
അല്ലാതെ അവിടെ പച്ചവെള്ളം പോലും കുടിക്കാൻ കിട്ടത്തില്ല, ഒരു ചായ പോലും കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ പോയിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് പോകുന്നത്, അപ്പം ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്ളോഗിലൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അവിടെ ഫുഡ് നിങ്ങൾക്ക് പോയി ബാർബിക്യൂ ചെയ്ത് അല്ലെങ്കിൽ ഗ്യാസിൽ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ, അല്ലാതെ അവിടെ ഫുഡ് കിട്ടില്ല. ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ നമ്മൾ രാവിലെ ആയി കേട്ടോ, നമ്മുടെ നെക്സ്റ്റ് ഡേ ആണിത്. സൺറൈസൊക്കെ ആ ഡൂൺസിൻ്റെ അപ്പുറം നടക്കുന്നുണ്ട്, നമ്മൾ ഇപ്പുറം ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. സൂര്യൻ ഉച്ചയിലെത്തുമ്പോഴേ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുള്ളൂ. നേരെ കാണുന്നതാണ് നമ്മുടെ ഡൂൺസ് കേട്ടോ. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് രാത്രി കംപ്ലീറ്റ് ഈ സൗണ്ട് കേട്ടിട്ട് വേണം നമ്മൾ കിടന്ന് ഉറങ്ങാൻ. നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് ആ സൗണ്ടൊന്നും നമുക്കൊരു പ്രശ്നമായിരുന്നില്ല. നമ്മൾ അന്തസ്സായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ടെന്നിൽ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കട്ടിയുള്ള കാർപ്പറ്റായിരുന്നു, തറയിലായാലും മൊത്തത്തിൽ ടെൻ്റ് കേട്ടോ. തറയിൽ വിരിക്കേണ്ട പായും ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അവിടെ പ്ലെയിൻ തറ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ വിത്ത് കാർപ്പറ്റ്. അപ്പോൾ നമ്മളെ കയ്യിൽ പാ മാത്രം ഉണ്ടായിരുന്നു, അത് വിരിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങി. നമ്മൾ എവിടെയായാലും കിടന്ന് ഉറങ്ങണം, അതാണല്ലോ അങ്ങനെ. ഈ ടെൻറ്റ് നമ്മൾ ബുക്ക് ചെയ്തത് ലിവ ആപ്പ് ത്രൂ ആണ് കേട്ടോ. അതുമല്ല നമുക്ക് വൈകിട്ട് 4 to നെക്സ്റ്റ് ഡേ 2 PM വരെയാണ് ചെക്ക് ഇൻ ടൈം ഉള്ളത് കേട്ടോ. നമ്മൾ 2 PM വരെ ഒന്നും നിന്നില്ല. നമ്മൾ രാവിലെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നൈറ്റാണ് അവിടെ പരിപാടിയെല്ലാം. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ ഇരുന്നു കുറച്ച് നേരം ഈ ഡൂൺസ് കണ്ടിട്ട് നമ്മളവിടെ ഒരു 7:30 മണിക്ക് അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. പ്രത്യേകിച്ച് അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, വെയിലത്ത് അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നേരെ അബുദാബിയിലോട്ട് വിടുവാണേ. ലിവ ഫെസ്റ്റിവൽ ഡിസംബർ 12 സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നമ്മൾ പോയത് ഡിസംബർ 13 എല്ലാ സാറ്റർഡേ സൺഡേസും ഉണ്ട് അൺടിൽ ജാനുവരി 3 വരെയാണ് കേട്ടോ ലിവ ഫെസ്റ്റിവൽ ഉള്ളത്. ഹാർഡ്ലി ഒരു 1 മന്ത് ശരിക്കും ഇല്ല, അത്രയും ഡ്യൂറേഷൻ മാത്രമേ ലിവ ഫെസ്റ്റിവൽ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വർഷം തന്നെ പോവുക, അടിച്ച് പൊളിച്ച് വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.